ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഈസി വേ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇതാണ്, ഇത് വേറൊരു കേസാണ്. സെയിം ടെൻഷൻ കണ്ടുപിടിക്കലാണ് ഇതിൽ കാര്യം. അതായത് ഇങ്ങോട്ടേക്കുള്ള ടെൻഷൻ എന്തായാലും T4 ആയിരിക്കും. ഇവിടെ T3 ആയിട്ട് എടുക്കുന്നു, ഇവിടെ T2 ആയിട്ട് എടുക്കുന്നു, ഇവിടെ T1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ T = ആദ്യത്തെ ഇതിൽ സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T4 ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴത്തേക്ക് എത്ര മാസ് ഉണ്ട് ഇൻറ്റു G ചെയ്താൽ മതി. വേറെ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം T4ന്റെ ടെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ T4 = അതിന്റെ താഴത്തെ ഒരു മാസം അല്ലേ ഉള്ളൂ, അത് M4 അല്ലേ, അപ്പൊ M4 × G. ഇതേപോലെ നമുക്ക് T3നെ കണ്ടുപിടിക്കാം. T3 = M3 + M4 × G. പിന്നെ T1 ചോദിച്ചു കഴിഞ്ഞാൽ താഴത്തെ മൊത്തം മാസ് ടോട്ടൽ ചെയ്തിട്ട് ഇൻറ്റു G കൊടുത്താൽ മതി. അതായത് T1 = M1 + M2 + M3 + M4 × G. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ടെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നവരാണ് ലിഫ്റ്റിന്റെ കേസ്. അതായത് ഇപ്പോൾ ഒരു മാസ് ലിഫ്റ്റിൽ തൂക്കിയിട്ടിട്ടുണ്ട്, ഇതിന്റെ മാസ് M ആണ്, ടെൻഷൻ മേലൊക്കെ ഉണ്ട് T. ഓക്കെ, ഈ ലിഫ്റ്റ് മേലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ആക്സിലറേഷൻ മേലെ കാണുന്നുണ്ടെങ്കിൽ T = M × G + A ചെയ്യാം. G + A. ഇനി ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ T = നേരെ ഓപ്പോസിറ്റ് പോലെ, അതായത് T = M × G - A. മേലേക്ക് പോകുമ്പോൾ എന്താ ആക്സിലറേഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, താഴേക്ക് വരുന്ന കേസിൽ G - നമുക്ക് താഴേക്ക് വരുമ്പോൾ വെയിറ്റ് ലോസ് ചെയ്ത പോലെ ഫീൽ ചെയ്യും അല്ലേ, അത് G - A ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഫ്രീ ഫോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ 0 ആയിരിക്കും വരിക, കാരണം അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് G തന്നെ ആയിരിക്കും. അപ്പോൾ mg - c, അതായത് T = M × G - T. അപ്പൊ നമുക്ക് ടെൻഷൻ 0 കിട്ടും ഫ്രീ ഫോളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ടെൻഷൻ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായല്ലോ. ഇതുപോലത്തെ ട്രിക്സുമായി ഞങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുന്നത്.